ഇതിനേക്കാളും എളുപ്പം ശബരിമലയാ. രാമനായരേട്ടോ, രാമനായരേട്ടാ, എന്താണോ പെട്ടെന്ന് വന്നേ. എന്തൊക്കെയാ കണി കാണാൻ കൊണ്ട് വച്ചേക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് നീ ഇത് വിതച്ചു കൊയ്യുന്നത്. ഇങ്ങനെ പോയാ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നിനക്കാ. അല്ല, നമ്മുടെ നായന്മാരുടെ പറമ്പിലൊന്നും നീ കേറിയിട്ടില്ലല്ലോ. നോ നോ, ഒള്ളി ക്രിസ്ത്യൻസ്. ഇത് ലില്ലി ചിക്കൻ. ലില്ലി ചിക്കനോ? നമ്മുടെ വർഗീസിന്റെ കെട്ടിയുള്ള ലില്ലിയുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ചിക്കനാ ലില്ലി ചിക്കൻ. നാടൻ രുചി അറിഞ്ഞ് നമ്മുടെ കോളേജ് പിള്ളേരെല്ലാം ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് വരണം. ഞാൻ പിടിച്ചോളാം. അങ്ങനെ വളർന്ന് ഇത് ഒരു വലിയ പ്രസ്ഥാനമായി മാറണം. എന്നിട്ട് നമുക്കതിനൊരു പേരുമിടണം, രാമൻ മെമ്മോറിയൽ ഹോസ്റ്റൽ. മെമ്മോറിയലോ? എന്താണ് ഇവൻ പറയുന്നേ? ഓ, എന്ത് കുന്തെങ്കിലും ആകട്ടെ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇതൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കും മനുഷ്യ. ശരിയാണ്. മാർക്കറ്റിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ ഫയർ എഞ്ചിൻ കൊണ്ടുപോകണം. തീ പിടിച്ച വിലയല്ലേ? മനസ്സിലായിടോ, തന്റെ വിഹിതം ഞാൻ തന്നേക്കാം. അതെ, വിതയ്ക്കാതെ വിളവ് കൊയ്യുന്നവന്റെ വിയർപ്പിന്റെ വിലക്കുള്ള പ്രതിഫലം അറിഞ്ഞങ്ങ് തന്നാ മതി. ആ പയ്യന്മാരെവിടെ? ബാക്കി കാണും. ശ്രീനാഥനായി വാഴുമേ. എടാ ദുഷ്ടന്മാരെ, നീയൊക്കെ എന്നെ അറിയിക്കാതെ മീൻ പിടിക്കാൻ പോവുകയാണല്ലേ? ആരാ പറഞ്ഞേ? പിന്നെ എന്തിനാ ഈ കോരുവലയൊക്കെ എടുത്ത് പുറത്തിട്ടേക്കുന്നത്? അയ്യോ, ഇതെന്റെ അണ്ടർവെയറാ. ഇതിനെ അണ്ടർവെയർ എന്നാണോ പറയുന്നത്? മാന്യതയുടെ മുഖംമൂടിയാണ്. ചുറ്റുവട്ടത്തൊക്കെ പെമ്പിള്ളാരുള്ളതാ. നീ ഒരു കാര്യം ചെയ്യ്, ഇതുപോലൊരു സഞ്ചി തച്ചിട്. അരിഞ്ചാക്ക് പാകാവണില്ല, പിന്നെയാണ് സഞ്ചി. ഇവന്റെ അവസ്ഥയ്ക്ക് ഏതായാലും ഇത് തന്നെ ധാരാളം. ഇവിടെ മുക്കുപണ്ട് ആരെങ്കിലും ലോക്കറി സൂക്ഷിക്കുമോ? അല്ല ബാലേട്ടാ, ഇതെന്താ വിമൻസ് ഹോസ്റ്റലാണ്? അതെ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ആ നിൽക്കുന്ന ആളാ അവിടുത്തെ വാച്ച്മാൻ. എടാ, അത് നമ്മുടെ ഏഷ്യാടുകാരി റബേക്ക ഉതുപ്പിന്റെ വീടാ. റബേക്ക ഉതുപ്പിന്റെ വീടോ? പ്ലീസ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തൂ. പിന്നെന്താ, ഉതുപ്പേട്ടൻ നമ്മുടെ സ്വന്തം ആളല്ലേ? എന്നെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണം. എടാ, നിങ്ങൾ ഈ ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ ആക്രാന്തം കാണിക്കല്ലേ. എല്ലാരും ഡീസന്റ് ആയിരിക്കണം. ഞാൻ ഇതിട്ടിട്ട് ഡീസന്റ് ആയിട്ട് വരാം. ഇവൻ എത്ര ഡീസന്റ് ആയാലും ഉള്ളി കിടക്കണത് ഈ വലല്ലേ ബാലേട്ടാ. ഇവന്മാരെല്ലാം എന്നെ നാണം കെടുത്തും. റെബേക്ക മോളെ പോലെ എന്നെ ചിന്നു മോളെയും നമുക്ക് മിടുക്കിയാക്കണം. നഴ്സിംഗ് കഴിഞ്ഞാലേ ഇവളെ അമേരിക്കയിലേക്ക് അയക്കണം. നമ്മുടെ ഒരുപാട് ബന്ധുക്കൾ അവിടെ ഉള്ളതല്ലേ. വേണ്ട മച്ചി, എന്റെ മക്കളെ എന്റെ ഇട്ടാവട്ട് തന്നെ കാണണം. ചത്താലേ ഈ നെഞ്ചിൽ ചൂടാറും മുമ്പ് എന്റെ മക്കൾ എനിക്ക് അന്തി ചുംബനം നൽകണം. തുടങ്ങി എന്തോ നെയ്റ്റായത്? എന്റെ ഒരു സ്വാർത്ഥത ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ വെയിൽ മായും മുമ്പ് ഇതൊക്കെ കൊണ്ട് ഉണക്കാനിട്ടെ. ചെല്ലേ, വാ പിടിക്ക്. വാ, അവിടെ ചെന്ന് ഒരു ഫൗളും പറയരുത്. പറഞ്ഞാൽ കപ്പ എരിഞ്ഞ കത്തിക്ക് അവര് വേണം. നമസ്തേ. ശോശാമേട്ടത്തി, ഇവരൊക്കെ അടുത്ത വീട്ടിലെ രാമനായരുടെ വീട്ടിൽ പുതിയ താമസക്കാര് വന്നു എന്നറിഞ്ഞു. എന്താ പേര്? ഞാൻ UK, ഉമ്മൻ കോശി. പേരൻസ് അങ്ങ് UK ലാ. അത് കൊള്ളല്ലോ. ഞാൻ വിഷ്ണു നമ്പൂതിരി. സിൻഡിക്കേറ്റ് ബാങ്കിലാ. ഈ ദേബി ഗ്രാമീണ ബാങ്കിലാ. രണ്ടുപേരും എഡ്യൂക്കേഷൻ ലോണാ. എന്ന് വെച്ചാൽ ഇവൻ ജനിച്ചത് വായിൽ സ്വർണ്ണക്കണ്ടിയായിട്ടാ, അല്ല കറണ്ടി. ഇവന്മാര് ജനിച്ചത് വായിൽ ചിരട്ടത്തവിയായിട്ടാ. അതാ വ്യത്യാസം. റബേക്കയെ ടിവിയിലും പത്രത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട്. റബേക്കയുടെ വലിയ ഫാനാ. റബേക്കയുടെ പേരിൽ ഫോൺ പറഞ്ഞു. ഫോണല്ല, ഫാൻ. എന്റെ മമ്മി പ്ലീസ് ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ഹലോ, മമ്മി കേൾക്കുന്നുണ്ടോ? ഹലോ. ഇവിടെയൊക്കെ ഭയങ്കര ഹൈ റേഞ്ചാ, പക്ഷെ ഫോണിൽ റേഞ്ച് ഇല്ല. ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഹലോ മമ്മി, ഇപ്പൊ കേൾക്കാവോ? ഇവ മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, ആളെ പരിചയപ്പെടുത്താം. ഒരു മിനിറ്റ്, മമ്മിയാ. ഹലോ ഹലോ, സുഖം തന്നെ? അതെ, താങ്ക് യു. ഇല്ല, ഇപ്പൊ പരിചയപ്പെട്ടേ ഉള്ളൂ. ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഹലോ, റേഞ്ച് കട്ടായെന്ന് തോന്നുന്നു. അതെ, ഒരു കാര്യം, പരിചയപ്പെട്ടതൊക്കെ കൊള്ളാം, ഇതൊരു ശീലമാക്കരുത്. അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ. ചുമ്മാതൊന്നും അല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അതെ, അമ്മച്ചിക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ പറ. ഞാൻ ആ സ്ഥലത്തെ പ്രധാന പയ്യൻസ്. അമ്മച്ചി എന്റെ കണ്ണിലോട്ടൊന്ന് നോക്കി. കണ്ണ് ഡോക്ടറോ? എന്റെ കണ്ണ് നോക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബാലനമ്മച്ചി. കണ്ണി കൊണ്ടില്ല. ബാലനായാലും ശരി, കാലിനായാലും ശരി, അവന്റെ നോട്ടം കണ്ടാ അറിയാം ആള് ശരിയില്ലെന്ന്. പട്ടി പച്ചമീനെ കണ്ട പോലെ ഒരു നോട്ടം. അമ്മച്ചി തമാശ പറഞ്ഞതല്ലേ. പച്ചമീന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തുള്ളൂ. ദേ മീൻകാരൻ. പിള്ളാരെ,
ചായ വേണമെങ്കിലേ ആറുന്നതിന് മുമ്പ് ഒന്ന് പോന്നിട്ട് പോയിക്കോ. മഹാലക്ഷ്മി അമ്മ നല്ല ചൂടിലാണല്ലോ. മഹാലക്ഷ്മി അമ്മയുടെ നാവിന് വയറിളക്കം പിടിച്ചേക്കാ. അപ്പൊ ഉതുപ്പേട്ട കാണാം. പോട്ടെ അമ്മച്ചി. വാ, വാ, വാ. നീ ഞങ്ങളെ പരിചയപ്പെടുത്തിയതേ ഒരുമാതിരി മറ്റടുത്ത പരിചയപ്പെടുത്തലായി കേട്ടോ. ഗ്രാമീണ ബാങ്കേ എന്റെ ലോണിനെ കുറിച്ച് അവര് നിന്നോട് ചോദിച്ചോടാ. അതെ, ഇപ്പോഴത്തെ പെമ്പിള്ളേര് വളരെ പ്രാക്ടിക്കലാ. പ്രേമിക്കുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണോ പഠിക്കാൻ വന്നതെന്നാണ് അവർ ആദ്യം നോക്കുന്നത്. മനസ്സിലായോ? ഓഹോ, അപ്പൊ അതാണല്ലേ ഉദ്ദേശം, പ്രേമം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു തരില്ല. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയടാ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ നല്ലൊരു ബ്രോക്കറാടാ. പിന്നെ പഴയ പോലെ ദൂരദർശന്റെ കാലമല്ല, നല്ല പേ ചാനലിന്റെ കാലമാണ്. കാശ് തന്നാൽ ഞാൻ എന്തും ചെയ്യും. കാശ് ഒരു വിഷയമേ അല്ല. ഇങ്ങോട്ട് വാ. ദേ അവിടെ പേ പിടിച്ച് കിടന്ന് വിളിക്കുന്നത്. വരൂ പേയിങ് ഗസ്റ്റുകൾ. ഒന്നിനെ കാണുന്നില്ലോടാ. അത്താഴ പ്രാർത്ഥനയിലാവും. ഓ, അവളിപ്പോ ഈ നേരത്ത് പോച്ചു മൂടി കൂർക്ക വലിച്ചേർന്ന് ഉറങ്ങുന്നുണ്ടാവും. പിന്നെ കൈ ചൂണ്ടലട പിശാചേ, അവള് അത് അവളുടെ അമ്മച്ചിയാ. അതെയോ? ഈ ഒളിഞ്ഞുള്ള വായ്നോട്ട് ആരെങ്കിലും കണ്ട വെറും ചീപ്പാ. ഒന്ന് പോടാവുന്നത്. ഏറ്റവും നല്ല നോട്ടാ ഒളിഞ്ഞോട്ടം. എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് ഒളിഞ്ഞു നോട്ടക്കാരൻ. ഇതൊന്നും നാടകം അല്ല, അതുങ്ങളെ ഉറക്കിയിട്ടേ സാറന്മാർക്ക് ഉറങ്ങാൻ ഉദ്ദേശിച്ചുള്ളൂ. കുറെ നേരമായില്ല ഇത് തുടങ്ങിയിട്ട്. പോയി കിടന്ന് ഉറങ്ങ പിള്ളേരെ. വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതുമാതിരി ഏർപ്പാടൊന്നും ഇവിടെ വേണ്ടാന്ന്. ചെല്ലെ ചേച്ചി, ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ തലേനോട് വേണേ. എന്തിനാ? അപ്പനെ സ്വപ്നം കണ്ടാലേ ഇവൻ അപ്പ തൊഴി തുടങ്ങും. ഓ, നല്ല ഗുരുത്തമുള്ള മോനാ. അപ്പനെ അടുത്ത് കിട്ടണ്ടേ ചേച്ചി? ഒന്ന് പോയി കിടന്ന് ഉറങ്ങണ തീർക്കാം. അല്ല പിന്നെ. അതെ രാമേട്ടാ, ഇത് വെച്ചോളൂ, ഉപകാരപ്പെടും. ഇതെന്തിനാണോ മൂക്കിൽ വെക്കാനാ? അല്ല, ചെവിയിൽ വെക്കാനാ. ഭയങ്കര കൂർക്കം വലിയ. മോനെ ഇങ്ങോട്ട് വാ. നീ കൂർക്കം വെട്ടുന്നത് മൂക്കിലൂടെയാ, ഞാൻ കൂർക്കം വെക്കാൻ താഴത്തു കൂടിയാ. ഇത് മൂക്കിൽ വെക്ക ഉപകാരപ്പെടും. കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അല്ല പിന്നെ വിളിച്ചോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്ന? പോടാ. നല്ല സ്ഫുടത. പിന്നല്ലാതെ വല്ലമ്മച്ചി പതുക്കെ സൂക്ഷിച്ച്. ഒന്ന് വെറുതെ ഇരിക്കണ്ട കൊച്ചേ. എനിക്ക് അതിനും മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. വേണമെന്ന് വെച്ചാ ഇപ്പോഴും നിന്നോടൊപ്പം ഓടി ജയിക്കാം. എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഓടി നോക്കുന്നോ? ആ, ഇറങ്ങ ഇറങ്ങ. ദേ നോക്കിയേ, മോളെയും കൊച്ചുമക്കളെയും കിട്ടിയപ്പോ നമ്മുടെ അമ്മച്ചിയുടെ ഒരു ഉത്സാഹം കണ്ടില്ലയോ? അമ്മച്ചി പോയ ഉറങ്ങിയ പോലെ ആവും വീട്. പോകാൻ മനസ്സുണ്ടായിട്ടല്ല, കുടുംബയോഗം ഇത്തവണ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വേണമെന്ന് ഞാനാ നിർബന്ധം പിടിച്ചത്. അല്ലേ, അമ്മച്ചി അങ്ങ് എത്തിയിട്ട് വേണ്ടേ അവിടത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ? മെത്താൻ മുതൽ കുഴിവെട്ടുകാരൻ വരെ കുടുംബ ലിസ്റ്റിലുള്ളതാ. ആരെയും പിണക്കാൻ മേലായേ. പക്ഷെ ഇത്തവണ അവിടുത്തെ പ്രധാന അതിഥികൾ നിങ്ങളാ. കുടുംബക്കാര് പലരും അന്വേഷിച്ചു തുടങ്ങി. ദേ, ഏഷ്യാഡരെ കാണാനും പരിചയപ്പെടാനും എല്ലാരും നോക്കിയിരിക്കുക. അങ്ങനൊരു VIP സ്ഥാനമൊന്നും എനിക്കിഷ്ടല്ല. കിഴക്കൻ മലയിലെ ഉതുപ്പിന്റെ ശോശാമ്മയുടെ മോള്. അങ്ങനെ എന്നെ കാണാവൂ. വിശ്വസിക്കുന്നവരെ അവൻ പരീക്ഷിക്കത്തുള്ളൂ. അങ്ങ് എടുത്താൽ മതി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇതുവരെ. പക്ഷെ എന്റെ മോളോടും മക്കളോടും ഒപ്പം കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ ജീവിക്കണം എന്ന് കൊതി തോന്നുന്നു. എന്നതിന് എങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അമ്മച്ചിക്ക് തമ്പുരാൻ ഒരുപാട് ആയുസ് തരും. എന്റെ മോള് ഭാഗ്യവതിയ. ദൈവം തമ്പുരാൻ തീരുമാനിച്ച പ്രകാരമുള്ള ഭർത്താവിനെ തന്നെയാ നിനക്ക് കിട്ടിയത്. നല്ലവനാ, നിനക്ക് നല്ലതേ വരൂ. മനസ്സറിഞ്ഞു വിളിക്കുക. എന്റെ മോളോടും മക്കളോടൊപ്പം അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞതല്ലേ, ഞങ്ങൾ അവിടെ നേരത്തെ തന്നെ ഉണ്ടാവും. അമ്മച്ചി സന്തോഷമായിട്ട് പോയിട്ട് വരും. പോട്ടെ. ശരി. പോട്ടെ മോളെ.